ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിൽ ഇന്ത്യ നിർമ്മിക്കുന്ന 92,000 കോടി രൂപയുടെ അടിസ്ഥാന വികസന പദ്ധതി തയ്യാറാക്കാൻ രാജ്യം തയ്യാറെടുക്കുകയാണ്. എന്നാൽ അതിന് അനുവദിക്കില്ല എന്നതാണ് കോൺഗ്രസും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും തിട്ടൂരമിട്ടിരിക്കുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഗ്രേറ്റ് നിക്കോബാർ വികസന പദ്ധതിയെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ രാഷ്ട്രീയ വിവാദം ശക്തമാകുന്നതും. ഏകദേശം 92,000 കോടി രൂപ ചിലവിൽ നടപ്പാക്കുന്ന ഈ തന്ത്രപ്രധാന പദ്ധതിയെ ഉടൻ തന്നെ നിർത്തണമെന്നത് കോൺഗ്രസ് ആവശ്യപ്പെട്ടതായി തന്നെ ദേശീയ മാധ്യമങ്ങൾ 2024 ജൂൺ മുതൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം പദ്ധതിക്ക് എതിരായ ഹർജികൾ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ തള്ളിയതോടുകൂടി തന്നെ 2026 ഫെബ്രുവരിയിൽ അവിടെ പാരിസ്ഥിതിക അനുമതി ലഭിക്കുകയായിരുന്നു. ഏകദേശം 5 വർഷം നീണ്ട നടപടിക്ക് ശേഷമാണ് അനുമതി ലഭിച്ചത്. അന്താരാഷ്ട്ര കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, ഗ്രീൻഫീൽഡ് വിമാനത്താവളം, 450 മെഗാവാട്ട് സോളാർ പദ്ധതി എന്നിവ ഉൾപ്പെടുന്ന വലിയ അടിസ്ഥാന വികസന പദ്ധതിയാണ് ഒരുങ്ങിയത്. എന്നാൽ ഇന്ത്യ ഭരിക്കുന്നത് ഇവിടെ ഈ ഒരു രീതിയിൽ, അതായത് ഈ ഒരു വികസന പദ്ധതി നടപ്പിലാക്കാൻ ഇവിടെ കോൺഗ്രസ് അനുവദിക്കില്ല എന്ന ഒരു ശക്തമായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നതിനാൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത്. എന്നാൽ ഇവിടെ രാജ്യം ഭരിക്കുന്നത്, അതായത് നമ്മുടെ ഇന്ത്യ ഭരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നും കൊടിയേറ്റം പുള്ളി നടത്തിയിട്ടുണ്ട് എങ്കിൽ പൂരം നടത്തിയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും ചെയ്യാൻ പറ്റുന്നത് എന്തു തന്നെയാണെങ്കിലും അത് ചെയ്ത് കാണിക്കുക എന്ന ശക്തമായൊരു മറുപടിയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ ജേക്കബ് ഈ ഒരു പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട്, അതായത് അദ്ദേഹത്തിന്റെ ഒരു വിശകലനം എന്ന രീതിയിൽ ഈ ഒരു വിഷയത്തോട് അദ്ദേഹം നടത്തുന്ന, അല്ലെങ്കിൽ അദ്ദേഹം സമീപനം പുലർത്തിയിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഒന്ന് വായിക്കാം. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിൽ ഇന്ത്യ നിർമ്മിക്കുന്ന 92,000 കോടി രൂപയുടെ വമ്പൻ അടിസ്ഥാന വികസന പദ്ധതി ഉടൻ നിർത്തണമെന്ന് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുന്നു എന്ന വാർത്ത ദേശീയ മാധ്യമങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് 2024 ജൂൺ മാസമാണ്. ചൈന ഇന്ത്യയോട് നേരിട്ട് ആവശ്യപ്പെടാതെ കോൺഗ്രസിനെ കൊണ്ട് അത് പറയിപ്പിച്ചു എന്നതാണ് ശരി. ഇപ്പോൾ രാഹുൽ ഗാന്ധി ബംഗാളിലെ തിരഞ്ഞെടുപ്പ് പ്രചരണം പോലും വേണ്ടെന്ന് വെച്ച് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ പദ്ധതി പ്രദേശത്ത് പോയി പദ്ധതി നടപ്പിലാക്കാതിരിക്കാൻ അവിടുത്തെ ഗോത്ര ജനതയെ ഇളക്കി വിടുന്നു. അതിന് വലിയ കവറേജ് നൽകി വിദേശ മാധ്യമങ്ങളും കേരള മാപ്രകളും. ഇന്ത്യയിൽ ഏത് പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിച്ചാലും അതിനെതിരെ കോടതിയിൽ പോകുന്ന ആളുകൾ ഇതിനെതിരെയും കോടതിയിൽ പോയി. പക്ഷേ ദ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഇവരുടെ വാദത്തെ തള്ളിക്കളയുകയും 2026 ഫെബ്രുവരി അവസാനം പാരിസ്ഥിതിക അനുമതി നൽകുകയും ചെയ്തു. ഇതിന് തന്നെ 5 വർഷം വേണ്ടിവന്നു എന്നത് ഓർക്കണം. അതായത് അവസാനം പാരിസ്ഥിതിക അനുമതി ലഭിക്കുകയും ചെയ്തു. മാത്രമല്ല 5 വർഷം അവർക്ക് ഈ പദ്ധതിക്ക് വൈകിപ്പിക്കാനായി എന്നതാണ്. ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതികളിൽ ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര വിമാനത്താവളം, 450 മെഗാവാട്ട് സോളാർ പവർ പ്രൊജക്ട് ഉൾപ്പെടെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ചൈനയുടെ 75 മുതൽ 80% ഊർജ ആവശ്യങ്ങളും നിറവേറ്റുന്നത് ഈ പാതയാണ് എന്നത് ഓർക്കണം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനയുടെ സ്വാധീനം കുറയ്ക്കുവാനും ചൈനയ്ക്ക് മേൽ സൈനികമായി തന്നെ ആധിപത്യം സ്ഥാപിക്കുവാനും അതേപോലെ തന്നെ ആ മേഖലയുടെ സമഗ്ര വികസനത്തിനും വേണ്ടിയുള്ള പദ്ധതിയായി തന്നെയാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഈ പദ്ധതി വന്നാൽ പ്രകൃതിക്ക് ദോഷം ചെയ്യും, വനം നശിക്കും എന്നൊക്കെയാണ് കോൺഗ്രസിനെ, അതായത് ചൈനയുടെ വാദങ്ങളായി പറയുന്നത്. പദ്ധതിക്ക് വേണ്ട പാരിസ്ഥിതിക അനുമതി പ്രകാരം പദ്ധതിക്ക് വേണ്ടി മരങ്ങൾ മുറിച്ചു മാറ്റിയാൽ അതിന് കൂടുതൽ മരങ്ങൾ അവിടെ വെച്ചു പിടിപ്പിക്കണം എന്നതടക്കം തന്നെ നിർദ്ദേശങ്ങളുണ്ട്. ഈ പദ്ധതി നടപ്പിലാക്കുക 166.10 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിലാണ്. ആകെ കരഭൂമിയുടെ 18% സ്ഥലത്ത്. പദ്ധതിയുടെ ഡ്രാഫ്റ്റ് പ്രകാരം ഏകദേശം 68 കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിക്കേണ്ടി വരുന്നത്. ഇത്രയും കാലം പദ്ധതിക്ക് അനുകൂലമായിരുന്ന അവിടുത്തെ ഗോത്ര വിഭാഗങ്ങളെ കുത്തിത്തിരിപ്പിട്ടിയും പതിവ് പോലെ തന്നെ ഇളക്കി വിട്ടിരിക്കുകയാണ്. അവിടുത്തെ ഗോത്ര കൗൺസിൽ ഈ പദ്ധതിക്ക് വേണ്ട നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് 2022 തന്നെ നൽകിയതാണ് എന്നത് ഓർക്കണം. 2024 മുതൽ മനോരമ ഈ പദ്ധതിക്കെതിരെ നിരന്തരം വാർത്ത കൊടുത്തിരുന്നു. ഈ പദ്ധതി ഒരിക്കലും നടപ്പാക്കാൻ പാടില്ല എന്ന വാശി രാഹുൽ ഗാന്ധിക്കാണോ മനോരമയ്ക്കാണോ എന്നത് ചോദിച്ചാൽ ഉത്തരം നൽകാൻ പ്രയാസമാണ്. വിദേശ പണം വാങ്ങി നമ്മുടെ രാജ്യത്തിന്റെ വികസനം തടസ്സപ്പെടുത്തുന്ന ശക്തികളുടെ പ്രവർത്തനം എത്രത്തോളം നമ്മുടെ രാജ്യത്തെ അവിടെ പുറകോട്ടടിച്ചു എന്നത് ഗുജറാത്തിന്റെ കാര്യം തന്നെ നോക്കിയാൽ മതി. 2001 ഗുജറാത്തിലെ 20% ഗ്രാമങ്ങളിലും വൈദ്യുതി പോലും എത്തിയിരുന്നില്ല. ജലദൗർബല്യം കാരണം എന്നും വരൾച്ചയായിരുന്നു.
ഗുജറാത്തിന്റെ വടക്കും പടിഞ്ഞാറും മേഖലകളിൽ കുടിവെള്ളം തേടി ഗ്രാമീണ ജനത കിലോമീറ്ററുകളോളം സഞ്ചരിക്കുന്നതും കൃഷി ചെയ്യാൻ വെള്ളം കിട്ടാതെ കർഷകർ ദുരിതം അനുഭവിക്കുന്നതും സ്ഥിരം കാഴ്ചയായിരുന്നു. 2001 നരേന്ദ്രമോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ആയതോടെ നർമ്മദ നദിയിലെ ജലം ഗുജറാത്തിന്റെ വരണ്ട പ്രദേശങ്ങളിൽ എത്തിക്കാനുള്ള പദ്ധതിക്ക് ജീവൻ വെച്ചു. വെള്ളം കിട്ടാതെ ജനങ്ങൾ ചത്താലും കുഴപ്പമില്ല, പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന വാശിയിൽ ആക്ടിവിസ്റ്റുകൾ എന്ന പുന്നാര മക്കളും മാപ്രകളും പദ്ധതിക്ക് എതിരായി തന്നെ നിലയുറപ്പിച്ചു. പക്ഷേ മോദി കുലുങ്ങിയില്ല, പദ്ധതി നടപ്പിലാക്കി. അതോടുകൂടി അന്ന് വരെ ജലദൗർബല്യം നേരിട്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ വെള്ളമെത്തി. പതിറ്റാണ്ടുകൾക്ക് മുൻപ് നടപ്പാക്കേണ്ട പദ്ധതിയാണ് അവർ അത്രയും കാലം അവിടെ വൈകിപ്പിച്ചത്. പോങ്ങനാണോ രാഹുൽ ഗാന്ധി എന്ന് ആരെങ്കിലും കരുതുന്നുവെങ്കിൽ മൻമോഹൻ സിംഗിനെ ഏറ്റവും കൂടുതൽ അപമാനിച്ചത് രാഹുൽ ഗാന്ധിയാണ് എന്ന കാര്യം മറക്കരുത് എന്നേ പറയാനുള്ളൂ. ഒരുപക്ഷെ കൂടംകുള പദ്ധതി നടപ്പാക്കാൻ മൻമോഹൻ സിംഗ് എടുത്ത കടുത്ത തീരുമാനമായിരിക്കാം രാഹുൽ ഗാന്ധിക്ക് മൻമോഹൻ സിംഗിനോട് ഇത്രയധികം ദേഷ്യം തോന്നാൻ കാരണം. രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും കുറച്ചു കാലം ഈ പദ്ധതി വൈകിപ്പിക്കാൻ കഴിയുമായിരിക്കും. മനോരമയും മീഡിയ വണ്ണും ഒക്കെ പദ്ധതിക്ക് എതിരെ തന്നെ നിരന്തരം കുരയ്ക്കുമായിരിക്കും. രാഹുൽ ഗാന്ധി പദ്ധതിയെ എതിർക്കുന്നത് കൊണ്ട് സഭയുടെ ഈ പദ്ധതിക്കെതിരെ രംഗത്ത് വരുമായിരിക്കുമെന്നും, പക്ഷേ അതും രാജ്യം അവിടെ അതിജീവിക്കും. അതേപോലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിൽ ഇന്ത്യ നിർമ്മിക്കുന്ന 92,000 കോടി രൂപയുടെ ഈ വമ്പൻ അടിസ്ഥാന വികസന പദ്ധതി രാജ്യം നടപ്പിലാക്കുക തന്നെ ചെയ്യും. നരേന്ദ്രമോദിയാണ് രാജ്യം ഭരിക്കുന്നത്. കൊടിയേറ്റം പുള്ളി നടത്തിയിട്ടുണ്ടെങ്കിൽ പൂരം അവിടെ നടത്തിയിരിക്കും. രാഹുൽ ഗാന്ധിയും കൂട്ടർക്കും ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് കാണിക്കുക എന്നതാണ് അദ്ദേഹം ഈ പോസ്റ്റിലൂടെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.